സുഗമോദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ തനുജനെ വീട്ടിൽ നിന്ന് പുറത്താക്കണമെന്നൊക്കെ ത്യാഗരാജൻ പറയുന്നുണ്ട്. അപ്പോൾ ചന്ദ്രമതിക്ക് അത് അത്ര ഇഷ്ടപ്പെടണമൊന്നുമില്ല. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മേരി തോമസ് പ്രഭാവതിയെ വിളിക്കുകയാണ്. പ്രഭാവതിയെ വിളിച്ചിട്ട് മേഡത്തിനെ എനിക്കൊന്ന് കാണണമെന്ന് പറയുന്നു. അപ്പോൾ പ്രഭാവതി മേരി തോമസിൻ്റെ ഓഫീസിൽ ചെല്ലുമ്പം പ്രഭാവതിയോട് മേരി തോമസ് പറയുന്നുണ്ട്, ഞാൻ ആകെ ജീവിതത്തിൽ പ്രതിസന്ധിയിലാണ്. എനിക്കൊരു കുഞ്ഞ് ജനിച്ചതും അവൾ വളർന്ന് വലുതായതൊന്നും ഞാൻ അറിഞ്ഞില്ല. ഞാൻ വിചാരിച്ചിരുന്നത് എൻ്റെ മകൾ മരിച്ചു പോയി എന്നാണ്. കുറച്ച് കാലം മുമ്പാണ് എൻ്റെ കുഞ്ഞ് ജീവിച്ചിരിക്കുന്നുണ്ടെന്നും അത് തനൂജയാണെന്നും ഞാൻ മനസ്സിലാക്കിയത്. കഴിഞ്ഞ ദിവസം തനൂജ എന്നെ കാണാൻ വന്നിരുന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ അച്ഛനും അമ്മയൊന്നും ഇല്ലാത്തൊരു അനാഥയാണ്. ഗവൺമെൻറ് അനാഥരെ സംരക്ഷിക്കുമെന്നാണ് പറയണത്. പക്ഷേ എന്നെ ആരും സംരക്ഷിക്കണമില്ല, ദ്രോഹിക്കണേ ഉള്ളൂ. അത് മന്ത്രി തന്നെ എന്നെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയെന്നൊക്കെ പറഞ്ഞു. അത് കേട്ട് എനിക്ക് ഭയങ്കര വിഷമമായി എന്നൊക്കെ ഇങ്ങനെ മേരി തോമസ് പ്രഭാവതിയോട് പറയുന്നുണ്ട്. അപ്പോൾ പ്രഭാവതി പറയുന്നുണ്ട്, മേഡം വിഷമിക്കണ്ട, എല്ലാം ശരിയാവും എന്നൊക്കെ പറയുന്നു. അതിനുശേഷം കാണിക്കുന്നത് വക്കീലിനെയാണ്. വക്കീൽ പ്രഭാവതിക്ക് വിളിക്കുകയാണ്. 5 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞിട്ട് ഇതുവരെയും അതിവിടെ എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കേസ് വാദിക്കണമെന്ന് ഞാൻ ഒന്നും കൂടി ആലോചിക്കട്ടെ എന്ന് പറയുമ്പം പ്രഭാവതി ഞാനിപ്പോൾ തന്നെ അങ്ങോട്ട് വരാമെന്ന് പറയണു. അപ്പോൾ വക്കീൽ വിചാരിക്കുന്നുണ്ട് പൈസയും കൊണ്ട് തന്നെയാണ്. ശരിക്കും പ്രഭാവതി വരുന്നത് പൈസയും കൊണ്ടൊന്നുമല്ല. പ്രഭാവതി ഓഫീസിൽ വന്നു കഴിയുമ്പോൾ തന്നെ വക്കീൽ, നിങ്ങൾ പൈസ മൊത്തം കൊടുത്തിട്ടുണ്ടോ അതോ കുറച്ചാണോ കൊടുത്തിട്ടുള്ളൂ എന്ന് ചോദിക്കുമ്പം പ്രഭാവതി പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് ഒറ്റ പൈസയും കൊടുത്തിട്ടില്ല, ഒറ്റ പൈസയും തരാൻ ഉദ്ദേശിച്ചിട്ടുമില്ല. നിങ്ങളെയും കൊണ്ട് ഈ കേസ് വാദിപ്പിക്കാനും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. സിദ്ധാർത്ഥൻ്റെ കേസ് ഞാൻ വേറൊരു വക്കീലിനെ ഏൽപ്പിക്കുകയാണെന്നൊക്കെ പറയുന്നു. ഇത് കേട്ട് വക്കീൽ ആകെ ഇങ്ങനെ സ്തംഭിച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ വക്കീൽ പറയുന്നുണ്ട്, ഒന്നിച്ച് തരാനില്ലെങ്കിൽ 2 or 3 പ്രാവശ്യമായിട്ട് തന്നാലും മതി, ഈ കേസ് ഞാൻ തന്നെ വാദിച്ചോളാം എന്ന് പറയുന്നുണ്ട്. അപ്പം പ്രഭാവതി പറയുന്നുണ്ട്, സിദ്ധാർത്ഥന് ഇനിയിപ്പോൾ ജയിലിൽ നിന്ന് ഇറങ്ങിയില്ലെങ്കിലും കുഴപ്പമില്ല, തന്നെയും കൊണ്ട് ഞാൻ ഈ കേസ് വാദിപ്പിക്കുന്നില്ല, അതിന് ഞാൻ വേറെ വക്കീലിനെ വെച്ചിട്ടുണ്ട്, അയാൾ വാദിച്ചോളും എന്നൊക്കെ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് നന്ദുവിനെയും ദേവികേനെയാണ്. അപ്പോൾ നന്ദുവിൻ്റെ ഫോണിലേക്ക് ഒരു കോള് വരുന്നുണ്ട്. നന്ദുവിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടുള്ള കോളാണ് വരുന്നത്. ആ കോൾ അറ്റൻഡ് ചെയ്തതും മറുവശത്തുനിന്ന് വിളിച്ച ആൾ പറയുന്നത്, നിൻ്റെ അച്ഛനെ ഞങ്ങൾ ജയിലിലിട്ട് തന്നെ തീർത്ത് കളയും, അങ്ങനെ ചെയ്യാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഒരു 20 ലക്ഷം രൂപ നീ എനിക്ക് തന്നെ, ഇല്ലെങ്കിൽ അച്ഛൻ ജീവനോടെ ജയിലിൽ നിന്നും പുറത്തിറങ്ങില്ല എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് നന്ദു ആകെ സ്തംഭിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് ദേവികയോട് വിവരം പറയുമ്പം ദേവിക പറയുന്നുണ്ട്, നമുക്കിത് അമ്മയോട് പറയാം, അമ്മ ഇത് എങ്ങനെയെങ്കിലും പരിഹരിച്ചോളൂ എന്ന് പറയുമ്പം നന്ദു പറയുന്നുണ്ട്, ഇത് അമ്മ അറിഞ്ഞാൽ അമ്മ ഒരുപാട് വിഷമിക്കും, അതുകൊണ്ട് നമുക്കിത് അമ്മേനെ അറിയിക്കണ്ട, നമുക്കിത് മുരളീനെ അറിയിക്കാമെന്നും പറഞ്ഞ് വേഗം തന്നെ മുരളീനെ വിളിച്ച് വിവരങ്ങളൊക്കെ പറയണു. അപ്പോൾ മുരളി പറയുന്നുണ്ട്, നിങ്ങളൊന്നും കൊണ്ടും വിഷമിക്കേണ്ട, നമുക്കിതിന് പരിഹാരം ഉണ്ടാക്കാം, നിങ്ങളിത് അമ്മയോടൊന്നും പറയണ്ട, നമുക്ക് തന്നെ ഇത് ഡീൽ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. പിന്നീട് മുരളി എസ്തപ്പാനെ പോയി കണ്ട് വിവരങ്ങൾ പറയണു. അപ്പോൾ എസ്തപ്പാൻ പറയുന്നുണ്ട്, ഇത് മേഡം അറിയാണ്ട് എനിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പം അത് സാരമില്ല, മേഡത്തിനെ അറിയിക്കാണ്ട് തന്നെ നമുക്കിത് കൈകാര്യം ചെയ്യണം എന്നും പറഞ്ഞ് എസ്തപ്പാനെ ആ ചുമതല ഏൽപ്പിക്കുന്നു. പിന്നീട് എസ്തപ്പാൻ നന്ദുവിന് വന്ന കോൾ ട്രേസ് ചെയ്ത് ഇതാരാന്ന് കണ്ടുപിടിക്കുന്നുണ്ട്. എന്നിട്ട് അയാളെ കണ്ടു കഴിയുമ്പോൾ എസ്തപ്പാനും എല്ലാവരും ഞെട്ടി നിൽക്കുന്ന ഒരു സീൻ കാണിച്ചാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂടാതെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.